റഹ്മാൻ സാറിന് കഴിഞ്ഞ 8 വർഷമായിട്ട് ബോളിവുഡിൽ നിന്ന് അവസരങ്ങളൊന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവസരങ്ങൾ കുറവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മുന്നോടിയായിട്ട് റഹ്മാൻ സാറ് ഹിന്ദി ഭാഷയ്ക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ട്വിറ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ചായിരുന്നു. ട്വിറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എക്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതൊന്ന് പ്ലേ ചെയ്യാം. Manikom sir, thank you so much रहमान sir विशेषंगल सुनेंगे. सो ईहान, चेन्नई में मैं आपका हार्दिक स्वागत करती हूँ. वी वेलकम यू टू चेन्नई. ഇഷ്ടപ്പെട്ടില്ല, ഹിന്ദി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, ഒന്നും കൂടെ പുറകോട്ടടിച്ച് കാണിക്കാം. Manikom sir, thank you so much रहमान sir विशेषंगल सुनेंगे. सो ईहान, चेन्नई में मैं आपका हार्दिक स्वागत करती हूँ. वी वेलकम यू टू चेन्नई. ഹിന്ദി ഞാൻ പോവാ, എനിക്കെങ്കിലും കേൾക്കണ്ട, ഹിന്ദി വെറുത്തു പോയി. അയ്യേ, முதல்ல கேட்டேன் தமிழ் பேசுறீங்களான்னு. சார் நான் தமிழ் தான் சார் பேசிட்டு சும்மா வெல்கம் பண்ணேன் சார், கோச்சிக்காதீங்க சார். ஸோ தமாஷ் താങ്ക് യു. സോ തമാശ പറഞ്ഞാണ് കേട്ടോ, അവസാനം പറഞ്ഞു തമാശ പറഞ്ഞാന്ന് വെച്ച്. ഓക്കെ, തമാശയായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി നമുക്ക് റഹ്മാൻ സാറിൻ്റെ 1-2 ട്വീറ്റും കൂടെ നമുക്ക് നോക്കാം. ഇത് റഹ്മാൻ സാറ് ജൂലൈ 3, 2019 പങ്കുവച്ചൊരു ട്വീറ്റാണേ. അപ്പോൾ തമിഴിലാണ്, അപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹിന്ദി ഈസ് നോട്ട് മാൻഡേറ്ററി ഇൻ തമിഴ്നാട്, റിവേഴ്സ്ഡ് ഡ്രാഫ്റ്റ്. ഇഷ്ടപ്പെട്ടു. അതായത് ഹിന്ദി നിർബന്ധമല്ല എന്ന് തമിഴ്നാട്. ഓക്കെ, പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇതിനകത്തൊരു തമാശ എന്താണെന്നറിയാമോ? പുള്ളിക്ക് ഹിന്ദി അറിയാമോ? അറിയാം. അപ്പോൾ ഹിന്ദി പഠിച്ചുകൊണ്ട് അങ്ങേർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടല്ലോ. ബോളിവുഡിലൊക്കെ ഇഷ്ടം പോലെ അവസരങ്ങൾ മറ്റുമൊക്കെ കിട്ടി. അപ്പം നമ്മുടെ അവസരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പല ഭാഷകളും മറ്റുമൊക്കെ പഠിക്കുന്നതിന് കുഴപ്പമില്ല. മറ്റുള്ളവർ പഠിക്കേണ്ട. അവിടെ വരുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ വരുമ്പോൾ തമിഴാണ് നമ്മളുടെ ഭാഷ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തർക്കും അവനവൻ്റെ മാതൃഭാഷ വലുത് തന്നെയാണ്. എനിക്ക് മലയാളം എന്ന് പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് മറ്റുള്ള ഭാഷകളെല്ലാം ഉള്ളൂ. ഒട്ടുമിക്ക മലയാളികൾക്ക് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അത് കുഴപ്പമില്ല, സ്വാഭാവികമാണ്. പക്ഷേ മറ്റുള്ളൊരു ഭാഷയും പഠിക്കരുത്, ഇത് വേണ്ടാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ എത്ര സന്തോഷിക്കാണ്ടിരിക്കുന്നത്. അവനവനാകാം അല്ലേ. അതുപോട്ടെ. അപ്പോൾ അടുത്ത പോസ്റ്റും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇത് 2022 ഏപ്രിൽ 8 പങ്കുവെച്ചതാണ്. ഇത് കണ്ടിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? തമിഴാണ്, അതുകൊണ്ട് അറിയത്തില്ല. അതും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോക്കാം. ഗൂഗിൾ ലെൻസിനകത്തിട്ട് അടിച്ചാണ്, അപ്പം വലിയ ക്യാമൊന്നുമില്ല, എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തമിഴ്നാട്, നമ്മുടെ അവകാശപ്പെട്ട വിളയുടെ വേരുകൾ തമിഴാണ്. ഭാരതീദാസൻ. മറ്റൊന്നുമല്ല, തമിഴിനെ പൊക്കിയടിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതായത് ഇങ്ങനെയുള്ള ട്വീറ്റുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചത് കൊണ്ടാണ് ബോളിവുഡിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല കേട്ടോ. ഇത് ഒരു ആവാതിരിക്കാം, അതെന്തും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അവസരങ്ങൾ കുറയുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല. ഒരുപാട് പുതിയ ആൾക്കാരുകൾ വന്നിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട പഴയ ലെജൻസിന് മ്യൂസിക് കമ്പോസിംഗ് ആണെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരുടെ അവസരങ്ങൾ കുറയും. പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും പഴയ ആൾക്കാരുടെ അവസരങ്ങൾ നഷ്ടപ്പെടും. അതൊരു സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ അദ്ദേഹം ഈ ട്വീറ്റൊക്കെ ചെയ്തല്ലോ, ഇതൊക്കെ ബോളിവുഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം അത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്നാൽ ഇയാളെ മാറ്റി നിർത്തിയേക്കാന്ന് അവർ ചിന്തിച്ചെങ്കിലും ഒന്നും പറയാനില്ല. ഇപ്പോൾ AR റഹ്മാൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഈ വിവാദ പരാമർശം BBC-ക്ക് അദ്ദേഹം കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്തെ ഒരു ഭാഗമാണ്. അതൊന്ന് പ്ലേ ചെയ്യാം. In that period, I mean, I can see today in 2025, there's a lot of prejudice that exists within the Hindi film landscape of people who are not from Maharashtra, who are not from that language, who don't speak that language, who are not natively from there. And I can see today there's still so much discrimination that exists against the Tamil community within Bollywood as well. So that's why I asked you, what was it like in the 90s? Did you ever face... Maybe I don't... അതെങ്ങനെ പുള്ളി പറഞ്ഞുണ്ടോ? ബോളിവുഡിൽ നിന്ന് തമിഴ് കമ്മ്യൂണിറ്റിക്കെതിരെ വിവേചനം ഉണ്ടെന്നോ പുള്ളി കണ്ടിട്ടുണ്ടെന്നോ? വിവേചനമോ? അറ്റ്ലീനെ പോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഷാരൂഖ് ഖാനൊക്കെ വെച്ച് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണേ തമിഴ് കമ്മ്യൂണിറ്റിക്കെതിരെ. ഓർക്കുന്നുണ്ടോ? എന്നിട്ട് ഷാരൂഖ് ഖാൻ ഒരു അവാർഡ് കിട്ടിയതും ഏത് സിനിമ? ഈ അറ്റ്ലി ഡയറക്റ്റ് ചെയ്തൊരു സിനിമയല്ലേ, എൻ്റെ പേരും പറഞ്ഞു, ജവാൻ അല്ലേ? എന്നിട്ട് തമിഴ് കമ്മ്യൂണിറ്റിക്ക് എതിരെ വിവേചനം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ആ പടത്തിന് അവാർഡ് വരെ കൊടുത്തു. ഷാരൂഖ് ഖാൻ ആ അവാർഡിന് യോഗ്യനാണോ അല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ ശരിയല്ലേ, അറ്റ്ലിയെ പോലുള്ളൊരു ഡയറക്ടർ, തമിഴ് ഡയറക്ടറാണ് അവിടെ പോയി അത് ചെയ്തത്. എന്നിട്ട് വിവേചനം ഉണ്ടെന്ന്. കൊള്ളാം, ബാക്കി കേൾക്കട്ടെ. Maybe I didn't get to know all this stuff. Maybe God concealed all this stuff. But for me, I never felt any of those. Past 8 years, maybe, because the power shift has happened. You know, people who are not creative have the power now to decide things. And might have been a communal thing also, but not in my face.
കൊള്ളാം, മുഖത്തില്ല, പക്ഷേ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമെന്നുള്ളേ ഉള്ളൂ. ഏതാ സാമുദായികപരമായിട്ടുള്ള വിവേചനം കൊണ്ടായിരിക്കാം കഴിഞ്ഞ 8 വർഷമായിട്ട് തനിക്ക് അവസരങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം, ഒരു പക്ഷേ എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ എന്നാണെങ്കിലും ഉറപ്പിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ വന്നിരുന്ന് പറയാമോ സഹോദര? ഇതിനു മുമ്പ് ഇങ്ങനെ വിവേചനം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരുപക്ഷേ ദൈവം അത് മറച്ചു വെച്ചതായിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാൽ ഈ വിക്ടിം കാർഡ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളെപ്പോലുള്ളവരെ ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ മോശമല്ലേ? കാരണം ഇങ്ങനെ പോലെ ഇത്രയും വലിയ ലെജൻഡ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ളതിൻ്റെ മാക്സിമം ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇദ്ദേഹം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. കാരണം ഇങ്ങനെ ചെയ്തു വെച്ച സാധനം അത് കാലാകാലങ്ങളോടെ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാധനം. കാരണം അതുപോലെയാണ് നമ്മളൊരു വണ്ടിയെ പോകുന്ന പറയാം, എയർമാൻ കിറ്റ്സ് എന്ന് പറഞ്ഞ് ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി, നമുക്ക് ഇങ്ങനെ നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ഈ മിക്സിങ് വരെ എന്തോ വളരെ പ്രത്യേകതയാണ്. കാരണം ഭയങ്കര ക്വാളിറ്റിയാണ്. ലോകത്തുള്ള സകല ഇൻസ്ട്രുമെൻസും ഉപയോഗിക്കാറുണ്ട് ഇദ്ദേഹം. അപ്പോൾ അത്രയ്ക്കും ലെജൻഡായിട്ടുള്ളൊരു വ്യക്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു തരംതാഴലായി പോയ പോലെ എനിക്ക് തോന്നുന്നത്. ഈ ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തി ചോദിച്ചാണ്, ബോളിവുഡിൽ നിന്ന് തമിഴ് വംശജർക്ക് നേരെ വിവേചനവും മറ്റുമൊക്കെ നേരിടുന്നുണ്ടല്ലോ, അത് തൻ്റെ അനുഭവത്തിൽ നിന്ന് താൻ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെയോ മറ്റെന്താണ് ഇദ്ദേഹം ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിവേചനം കാണിച്ച എ ആർ റഹ്മാൻ അല്ലേ? ഇപ്പോൾ ഈ 2-3 പോസ്റ്റുകളും ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കാണിച്ചല്ലോ, ഹിന്ദി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ ഇറങ്ങിപ്പോയേക്കോ എന്ന് പറഞ്ഞ് വിട്ടുപോയത്. അപ്പോൾ ഇത് തമാശയാണെന്നൊക്കെ, ഞാൻ ചുമ്മാ തമാശിച്ചാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിവേചനം കാണിച്ച ആരാ? ഹിന്ദി സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വിവേചനം കാണിച്ചാൽ അദ്ദേഹത്തിന് അതുപോലെ അവസരം തന്നുകൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ചോറുമല്ലേ? അപ്പോൾ അദ്ദേഹം നേരെ തിരിച്ച് ഹിന്ദി സംസാരിക്കുമ്പോഴത്തേക്കും പറ്റില്ല, ഹിന്ദി സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ആരോട് വിവേചനം കാണിച്ചത്?